ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. അങ്ങനെ ആ നല്ല ഭംഗിയുള്ള മുറ്റത്തിലൂടെ കാടിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നോക്കുമ്പോഴേ ഭയങ്കര ഒരു പ്ലസൻ്റായ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കോടയൊക്കെ ഇങ്ങനെ പൊന്തി ആകാശമൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മേഘാവൃതമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു മഴയ്ക്കുള്ള കോളുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാം. എല്ലാവർക്കും നമ്മുടെ ക്ലീനിങ് ഡേയിലേക്കും അതുപോലെ തന്നെ മറ്റൊരു ദിവസത്തിലേക്കും സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോഴേ എന്താണെന്നറിയില്ല, ഞാൻ നമ്മുടെ മധു ബാലകൃഷ്ണൻ സാറില്ലേ, സാറ് സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാലത്ത് സാറിൻ്റെ പാട്ടോട് കൂടിയിട്ടായിരിക്കാം നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ശ്രീകുട്ടനെ സ്കൂളിലേക്ക് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്രോണിയാണ് തയ്യാറാക്കി കൊടുക്കുന്നത് കേട്ടോ. ഉച്ചവരെയുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലാണ് ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് നമുക്ക് വേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരെണ്ണത്തുമ്മ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താ മാക്രോണി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കഴിച്ചിട്ട്, മാക്രോണി അല്ലടാ വേറെ എന്തോ ഒരു സാധനം, മാക്രോണി പോലെ ആ ഒരു സംഭവം തന്നെ, പക്ഷേ വേറൊരു ചിപ്പി ഷേപ്പിലൊക്കെ ഇരിക്കണത്. അത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ. നല്ല ഭംഗിയുള്ള കേബേജിൻ്റെ കളർ കണ്ടോ, ഇത് ഭാഗ്യം കൊണ്ടുവന്നത് ഒരു കുട്ടി കഷ്ണം കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബീൻസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല വർണ്ണ മനോഹരമാണല്ലേ നമ്മുടെ ആ ഒരു എന്താ പറയുക, എന്താണ് പറയുക, കട്ടിംഗ് ബോർഡ്. അങ്ങനെ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ മാക്രോണി വെള്ളമൊക്കെ കളഞ്ഞ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ വേവിക്കണം, കാരണം മാക്രോണി ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടുള്ളതാണല്ലോ. ബട്ടറിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് ബട്ടറും അതോടൊപ്പം തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഭയങ്കര ഉപ്പാണ് അതിൽ. അത് കാരണം കൊണ്ട് ഞാൻ ഈ ഉപ്പ് കുറച്ചിട്ടിട്ട് നമ്മുടെ ഈ മാക്രോണി മറ്റെന്താ പറയടാ, നമ്മുടെ മാഗി ക്യൂബ് ഒരു ചെറിയ കഷ്ണമൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ നൂഡിൽസിൻ്റെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്പൈസസ്, നമ്മുടെ ഒറിഗാനോ, അതുപോലെ തന്നെ പിസ്സ സോസേജ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയും പിന്നെ കുറച്ച് ക്രീമും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി അതിലേക്ക് നമ്മുടെ ഈ പാസ്തയോ മാക്രോണിയോ എന്തോ അതിട്ടിട്ട് ദായി പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് സത്യത്തിൽ വേറൊരു പേര് പറയൂ കേട്ടോ, ഓരോ ഷേപ്പിനും ഓരോ പേരാണ് അത്ര പറയുക. അങ്ങനെ അത് കുറച്ച് ശ്രീകുട്ടനെ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വണ്ടിയിലിരുന്ന് കഴിക്കണ്ടേ, അവന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചപ്പോൾ സമാധാനം, ആ പരിപാടി കഴിഞ്ഞോളൂ എന്ന് കഴിക്കാനുള്ള സ്പൂണൊക്കെ കിട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുക, അപ്പോൾ അവർക്കും കൂടി കഴിക്കാനുള്ള ഒരു പോർഷൻ നമ്മളാക്കിയിട്ടുണ്ട്. ഒരു സന്തോഷം, വല്ലപ്പോഴല്ലേ പിള്ളേർ ഇതൊക്കെ കഴിക്കണമല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന കാലത്ത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആഡംബരവും ആർഭാടവും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മാക്രോണിയുമൊക്കെ നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ സവോളയും അതുപോലെ തന്നെ കടച്ചയ്ക്ക് ഉരുളക്കിഴങ്ങും നമ്മൾ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഇടിക്കലിൻ്റെ കാര്യം ചോദിക്കുമ്പോഴേ, പേഴ്സണലായിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, ഈ ഇടിക്കൽ എന്ന് പറയുന്നത് കുറച്ച് കുഴിയുള്ളതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് അടിക്കുമ്പോഴേ തെറിച്ച് പോവും. അങ്ങനെ ഒരു പരാതി അതിനുണ്ട് കേട്ടോ. പക്ഷേ ആ ഇടിക്കൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ശ്രീ ഇടിക്കൽ എവിടുന്നാണ് മേടിച്ചതെന്ന്. ഇത് നമ്മുടെ ഉള്ളൂർ മണ്ടുമ്പാൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് മേടിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ അതേ പാത്രത്തിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. പാത്രം കഴുകി മടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ കുത്തിക്കാച്ചാന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ചാറ് പോലെ ഇരിക്കുന്നതിനെ കുത്തിക്കാച്ചാന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ട്. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇടിച്ച മുളകിട്ട് ഈ കഷ്ണോട്ട് ഉപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുത്തിക്കാച്ചലായി. അങ്ങനെ നേരം പര വെളുത്ത് വന്നപ്പോഴേക്കും ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു പണിക്ക്. അവർ ഇന്ന് പണിയുണ്ടേ, അപ്പോൾ പണിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അയില കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ പോവാണ്. മാത്രമല്ല പിലോപ്പി എന്ന് പറയും നമ്മുടെ വീട്, തിലോപ്പിയ അങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ ജെയിൻ്റെ പിലോപ്പി എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ, അതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നാക്കാൻ പോവാണ് കേട്ടോ. തലേദിവസം മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ ചേട്ടന്മാർ ഇന്ന് പണിയണ്ടേ എന്നുള്ള ആലോചനയിലൊക്കെയാണ്. കാടിൻ്റെ താഴെയാണ് നമ്മുടെ കയ്പക്കായ പടവലങ്ങ തോട്ടം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗിയാന്ന് പറയണ കാരണം കൊണ്ടാണ് തോന്നുന്നു ശ്രീജ് ഭയങ്കര സ്വയം പുകഴ്ത്തിക്കാരിയാന്ന് പറയുന്നുണ്ട് എല്ലാവരും. അങ്ങനെയല്ല കേട്ടോ, ഞാനത് ആസ്വദിക്കുന്ന കാരണം കൊണ്ട് പറയണതാണേ. പിടിച്ച് നിൽക്കുക. ഇത് മൊത്തം മറക്കാനാണോ? ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഇത് ഞാൻ ചേട്ടന്മാർക്ക് നാളേക്ക് മറക്കുന്നത് ഇതുപോലെ ചോദിച്ചിട്ട് പോയി പിന്നെ ഞാനിത് മറക്കാണ്ടിരുന്നു. അടിപൊളിയായിരിക്കും, തന്നെ കഴിക്കാം. ഞാൻ കഴിക്കില്ലേ മീന്? എനിക്ക് തന്നെ കഴിക്കാനല്ല കേട്ടോ, ഞാൻ ശ്രീകുട്ടൻ കഴിക്കും. മോൻ കഴിക്കാറൊക്കെ ഉണ്ടല്ലോ. ഇത് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. മണല്ലേ മീന്? ഇതിന്റെ പേര് പിലോപ്പി, ജയിന്റ് പിലോപ്പി. ഇതിനൊരൊക്കെയാണ്.
ഇതുപോലെയുള്ള ഓരോ മുട്ടൻ പണികൾ തന്നിട്ട് പോകും. ഇപ്പോൾ പറയണ കേട്ടോ, ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ അത് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് അങ്ങനെ വറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചേട്ടന്മാർക്ക് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ മീൻകറിയും മുട്ടക്കറിയും അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അവർ ഉച്ചയ്ക്ക് ഉണ്ടായില്ല കേട്ടോ. നല്ല മഴ പെയ്തപ്പോഴേ അവർ കയറിപ്പോയി കാലത്ത് ഒരു 10 മണി വരെ പണിതിട്ട്. അപ്പം മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഭാഗ്യം പറയുന്നത് നമ്മുടെ ഈ ചെതമ്പിലുള്ള മീനുകൾ തൊലി പൊളിക്കില്ല അത്ര. അപ്പം പിന്നെ ആളല്ലേ അത് കഴിക്കണേ. അപ്പം ഞാൻ നന്നായിട്ട് ഉരച്ചൊക്കെ കഴുകി വൃത്തിയാക്കി. നമ്മുടെ അലക്കുകലുമേയാണ് ഞാൻ ഇവയൊക്കെ പരിപാടികളൊക്കെ ചെയ്യുക. അലക്കണ സ്ഥലമല്ലേ ശ്രീന്ന് ഒരു വട്ടം ആരോ ചോദിച്ചായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കുമല്ലോ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് ബാക്കി ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ കൂട്ടാൻ വെക്കേണ്ട കാര്യത്തിലേക്ക് കടക്കാം നമുക്ക്. ഞാൻ എപ്പോഴും മീൻ കൂട്ടാൻ വെക്കുന്നത് നമ്മുടെ അമ്മ വെക്കുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടേതായ രീതികളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോഴും പക്ഷേ അമ്മയുടെ ഒരു ടച്ച് നമ്മുടെ കറികൾക്കൊക്കെ വരും. അതായത് നമ്മൾ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ വിത്ത് തരുമോ ശ്രീന്ന് ചോദിച്ചവർക്ക് നമ്മുടെ KMB-ലെത്തിക്കോ അടിപൊളി പച്ചമുളക് പഴുത്തത് ഞാൻ പൊട്ടിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാങ്ങ ഇടും. പിന്നെ കുടംപുളിയുടെ മണം ഇഷ്ടമുള്ള കാരണോട് കുടംപുളി ഇടും. അപ്പോൾ പുളി കൂടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പേരിന് മാത്രമേ ഇടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുള്ളി ഇതാ കുനുകുന അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത്. മുളക് പൊടി, ഉപ്പ്, പുളി ഇതാണല്ലോ നമുക്ക് ആ ഒരു വികാരം തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിക്കൂട്ടും. അപ്പോൾ മീൻ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രഷ് അല്ലായിരുന്നു, ഉടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ മേടിച്ച് വെച്ചതല്ലേ. ഞാനപ്പോൾ അതിനെ സ്പൂൺ ഒഴിച്ച് ഇളക്കി 2ാം പാലിൽ നമ്മൾ വേവിച്ചെടുക്കും കേട്ടോ. 2ാം പാലിൽ നമുക്ക് ആവശ്യമുള്ള അത്ര നമ്മൾ ഒരു ചാറാക്കിയിട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കും. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ 1ാം പാൽ ഒഴിക്കും. ആ 1ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് ആ പാലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് എന്താ പറയുക പൊട്ടിച്ച് കാച്ചി വിടും. അതാണ് നമ്മുടെ മീൻകറി. കാലങ്ങളായിട്ട് ഇതാണ് എൻ്റെ മീൻകറി. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടും നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ഉണ്ടാക്കണത് നോക്കിയിട്ടും ചേട്ടന്മാരുണ്ടാക്കണത് നോക്കിയിട്ടും ഞാൻ എൻ്റെതായ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ തലേക്കാളും വലിയ മീനാന്ന് പറയുന്നു ശ്രീകുട്ടൻ എണീറ്റ് വന്നപ്പോൾ. അതാണ് നമ്മളിന്ന് ആക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാലയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൂട്ടിയതാ. ഇതിനിങ്ങനെ അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടോ. ഇതിനിപ്പോൾ കഴിക്കാൻ നേരം ഉണ്ടാവോ, വൈകുന്നേരം നമുക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇരിക്കട്ടെ അല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം. മീൻ വറുത്തതല്ലേ, എന്തായാലും ചിലവാവാണ്ടിരിക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ വലിയ കഷ്ണങ്ങൾ. അത് ഞാൻ ഈ കാണുന്ന രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരിപാടി ഞാൻ കാണിക്കാൻ പോണത്. എനിക്ക് ഇതുപോലെ തന്നെ ഭാഗ്യം പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഭാഗ്യം ഇത് എവിടെയോ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തന്നത്. കുഞ്ഞുള്ളിയും സവോളയും പച്ചമുളകും നമ്മളിതാ ചോപ്പർ കൂട്ടണിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട് ശ്രീക്ക് ചോപ്പർ കൂട്ടൽ ഒരു ജീവിതമല്ലേന്ന്. ഇവിടെ ഇത്രയും സാധനങ്ങൾ പിന്നെ അരിഞ്ഞാടാൻ പിന്നെ നമ്മൾ ആരെ കൂട്ട് പിടിക്കുന്ന വിചാരിക്കുന്നു. ഇവളുള്ള കാരണം കൊണ്ടാണ് ഞാൻ പരാതികൾ പറയാണ്ട് മുന്നോട്ട് പോണത്. അല്ലെങ്കിൽ ഭാഗ്യം എത്രയും പെട്ടെന്നൊരു ചേച്ചിനെ എനിക്ക് സഹായത്തിന് വെച്ചത് തന്നെ. അത്രയും ഉപകാരമാണ് എനിക്ക് നമ്മുടെ ചോപ്പർ കൂട്ടൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ ചോപ്പർ കൂട്ടനുള്ള വിഭവങ്ങളും കുറച്ച് മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴലണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ശ്രീകുട്ടൻ കഴിക്കുന്ന കാരണം നമ്മൾ അങ്ങനെ വലിയ പച്ചമുളകിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ആ പൊടികളും കൂടി ഒന്ന് വെന്ത് വരുന്ന രീതിയിലാവുമ്പോഴേ നമ്മൾ ഈ മിക്സിയിൽ ഇങ്ങനെ ജസ്റ്റ് കറക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് ഇറച്ചി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മളതിനൊട്ടും വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീൽ ഉണ്ടല്ലേ. ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ പറയാ അങ്ങനെ ഉണ്ടില്ലേ ഇങ്ങനെ ഉണ്ടില്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞോളാം, എന്നാലും എനിക്ക് അടുത്ത വിഭവങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്താനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അതും പാത്രം കഴുകാനുള്ള മടി കൊണ്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമ്മുടെ മീനെ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് വറുത്തെടുക്കാട്ടാ. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ടുണ്ട്, ചെറിയൊരു മഴയുടെ ശബ്ദമൊക്കെ കേൾക്കാനില്ലേ. അപ്പോൾ മീനും റെഡിയായി, അടുക്കള പണികളൊക്കെ ഏകദേശം പൂർത്തിയായി.
ശ്രീകുട്ടൻ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പരിപാടികൾ നടക്കില്ല. അവന് ചോറ് വാരി കൊടുക്കണം, ടൈം ടേബിൾ നോക്കി വെച്ചോന്ന് ചോദിക്കണം, ഷൂ തുടയ്ക്കണം, അങ്ങനെയുള്ള അല്ലറ ചില്ലറ കുട്ടി പിട്ടി പണികളൊക്കെ ആയിട്ട് മഴയും കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. മഴയും കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വിളക്ക് വയ്ക്കാൻ ശ്രീകുട്ടനെ വിടാം, അപ്പോഴേക്ക് ചോറൊക്കെ റെഡിയാക്കാമെന്ന്. ഒരു 6:55 ആകുമ്പോഴേക്കും ശ്രീകുട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവന് 7:15 വണ്ടി വരിക. നമുക്കൊരു 2-3 കിലോമീറ്റർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേണം അവനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളിനി പളീനില്ല, പോവാണ് ശ്രീജയ എന്ന് പറഞ്ഞു. എന്നെ ശ്രീജയ എന്ന് വിളിക്കില്ല, അവരെന്നെ മാളൂ എന്നാണ് വിളിക്കുക. ശ്രീകുട്ടൻ പോയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഒരു 10 മിനിറ്റ് അവിടെ കിടന്നു. ഇവിടെ കറണ്ട് ഇല്ല, നല്ല മഴയല്ലായിരുന്നു, കറണ്ട് പോയി. അതുകൊണ്ട് ഇനി പതുക്കെ മഴ നിന്നു കേട്ടോ. ചെറുതായിട്ട് വെയിലില്ല, എന്നാലും ഒരു വെളിച്ചമൊക്കെ ഉണ്ട് പുറത്ത്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പുല്ല് ഇപ്പോൾ കരിയാനുള്ള മരുന്ന് ചേട്ടന്മാർ ചുറ്റും തെളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലൊക്കെ കരിഞ്ഞിങ്ങനെ തുടങ്ങണം. പിന്നെ ഇനി പറിച്ച് കളഞ്ഞ് അവിടെ നിന്ന് അടിച്ചു വാരി ഇടണം. ഒരു സൈഡ് നമ്മൾ ഇച്ചിരി ചെയ്ത് വരണുള്ളൂ. ആക്ച്വലി ഞാൻ പണ്ടൊക്കെ എനിക്ക് നല്ല ഇളയമടാലൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദം കേൾക്കണം. പണ്ടൊക്കെ എനിക്ക് ഒരൊറ്റരിപ്പിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു കൂടെ. അപ്പോൾ അത് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കഴിക്കട്ടെ, മൾട്ടിവിറ്റാമിൻ്റെ ടാബ്ലറ്റാണ്. അപ്പോൾ അതാ പറഞ്ഞു വരുന്ന കാര്യം. അപ്പോൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരം എത്തുന്നോടത്ത്, എൻ്റെ മനസ്സെത്തുന്നോടത്ത് ശരീരം എത്തുന്നുണ്ടായിരുന്നു. ഇപ്പം മനസ്സ് മാത്രമേ എത്തണുള്ളൂ, ശരീരം എത്തണില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് വയസ്സ് മീൻസ് ഒരു 7 കൊല്ലം മുന്നുള്ള വയസ്സല്ലല്ലോ ഇപ്പോഴത്തെ നമ്മുടെ വയസ്സെന്ന് പറയുന്നത്, മാറിയല്ലോ. അപ്പം അതിൻ്റെ ചേഞ്ചസ് ആവുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും ഒരു വയസ്സേ അല്ല, നമ്മളെക്കാളും പ്രായമുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ശാന്തമ്പോൾ തന്നെ ദൂരം പണിയെടുക്കണം. അപ്പം ഞാൻ നിത്യാഭ്യാസം അണയെടുക്കും എന്നുള്ള ഒരു മൂഡിലേക്ക് എത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനാണ് എൻ്റെ ശരീരത്തെ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കേണ്ടത് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വീക്കായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മസിലൊക്കെ ഇങ്ങനെ കരിങ്കല് പോലെ ഇരിക്കണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. എന്നാൽ നമുക്ക് ജിമ്മിന് പോകാനുള്ള സമയമില്ല എന്ന് പറഞ്ഞാൽ സമയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമയമില്ലടാ. സമയമില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. ഞാൻ കാലത്ത് ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ലൈഫ് എൻ്റെ വൈകുന്നേരം 2 മണി വരെയാണ്. ചിലവർക്ക് പറയുമ്പോൾ തോന്നും എൻ്റെ പൊന്ന് ഇത്രയൊക്കെ നേരം എന്നൊക്കെ തോന്നും, പക്ഷെ അതാണ് എൻ്റെ ലൈഫ്. എന്താ പറയുക, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളും കൂടുതലായി. അപ്പോൾ ഇതിനൊക്കെ കാശിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകുന്തോറും കാശിൻ്റെ ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂടി വന്നു തുടങ്ങി. പണ്ടൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ വരുന്ന പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ അത് ബാങ്കിൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. വീടിൻ്റെ EMI, കാറിൻ്റെ, ശ്രീകുട്ടൻ്റെ പഠിത്തം, ചേച്ചിയുടെ വീട്ടുപണി, ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വളർന്നു വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അകപ്പെട്ട് പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ കൂടിയപ്പോൾ, റെസ്പോൺസിബിലിറ്റീസൊക്കെ കൂടിയപ്പോൾ ഈ എന്താ പറയുക, ഒരു മെൻ്റൽ സ്ട്രെസ്സ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, വീട്ടിലത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പറയില്ലേ, പ്രാരാബ്ദങ്ങളുടെ പിന്നാലെ പോയി നമ്മുടെ ജീവിതം നശിപ്പിച്ചു എന്ന്. ആ ഒരു ടേം വളരെ കറക്റ്റാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലാതെ, ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു അടിമത്വം ഇല്ലാതെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. വീഡിയോ വൈകുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് എന്താ ശ്രീ പറ്റണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അമ്മയുടെ ചാനലും എൻ്റെ ചാനലും ഒക്കെ ആകുമ്പോൾ ഇതിപ്പോൾ കാശിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ചോദ്യം മാറ്റി നിർത്തുന്നു കൂട്ടാ ഞാൻ. കാരണം കാശിന് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ട. അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ മനസ്സിനോടൊപ്പം എത്തുന്നില്ല. ഞാൻ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കുറച്ച് നാളുകളായിട്ട്. ഡോക്ടർ പറഞ്ഞു ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതിലും വിട്ട് നമ്മൾ ഓവർ സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെസ്സാവും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം ഞാൻ ശ്രീകുട്ടനെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് ട്യൂഷനൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതും
1-2 മണിക്കൂർ അതിൻ്റെ പിന്നാലെയും കൂടി പോകുമ്പോൾ എന്നാലും ഞാൻ അവനെ വൈകുന്നേരം വന്നിരുന്ന് ഇത്തിരി നേരം എൻ്റെതായ രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ അമ്മമാർക്കുള്ള ചാബല്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ചാബല്യങ്ങൾ ഒക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളും. അതായത് ഓവർ സ്ട്രെസ് എടുക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, കൊച്ചിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, നമുക്ക് എന്താ പറയുക ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയിൽ ചില കമൻറ്റുകളൊക്കെ അങ്ങനെ ഭയങ്കര നെഗറ്റീവ്. എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഞാനത് അങ്ങനെയല്ലാത്ത കാരണം കൊണ്ടോ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാരണം കൊണ്ടാണോന്ന് അറിയില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ശ്രീ അതിനെ മൈൻഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാരല്ലോടും. അങ്ങനെ വലിയ നെഗറ്റീവായിട്ടുള്ള കമൻറ്റൊന്നും എനിക്ക് വരാറില്ല കേട്ടോ. ഒരു 1000-1500 കമൻറ്റ് വരുമ്പോൾ 1-2 പക്ഷെ അതിനെ പോലും എനിക്ക് പേടിയാണ്. അത് നമ്മൾ പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. എനിക്ക് മാത്രമല്ല, അതെനിക്ക് പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എൻ്റെ മാമനായാലും എൻ്റെ അമ്മയായാലും ഒക്കെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. ആക്ച്വലി അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല എന്നുള്ളത് കാരണം കൊണ്ടാണ് ആ ഒരു ലൈനിലേക്കൊക്കെ ഇനി പോണേ. അത് കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ ഓപ്പണായിട്ട് ആരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. സോഷ്യൽ വിഡ്രോവൽ ഉണ്ടല്ലോ, അത് സംഭവിക്കുന്നുണ്ട് എനിക്ക് ഞാൻ റിയലൈസ് ചെയ്യുന്നു. കാരണം ഒരു 4 ആളുടെ കൂട്ടത്തിൽ കൂടി ഞാൻ മാത്രം ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്ന ഞാനായിരുന്നു. നമ്മൾ പറയില്ലേ ഇവള് കുറച്ച് ഓവറാണല്ലോ എന്ന് പറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാത്തിലും കയറി ഇടപെട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിലൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഞാൻ ഇപ്പോൾ പതുക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞ് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രസൻസ് കൊടുത്തിരുന്ന ഞാൻ ഇപ്പോൾ ഞാൻ ഒരു കൂട്ടത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സോഷ്യൽ മീറ്റപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാറില്ല. ഞാൻ അവിടെ കംഫർട്ടബിൾ ആവുന്നില്ല. ഞാൻ നമ്മുടെ ആ ഒരു 8 പേരുടെ ഇടയിലാണ് അതിൽ പോലും ഞാനിപ്പോൾ കംഫർട്ടബിൾ ആവണില്ല. ചില സമയങ്ങളിൽ ഞാൻ തന്നെ ഒരു വിഡ്രോവൽ സിൻഡ്രോം പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ ഇങ്ങനെ എക്സസൈസും യോഗയും ഒക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ചില തരത്തിലുള്ള OCDകളൊക്കെ ഉണ്ടാവുക, അതൊന്നും നല്ല കാര്യങ്ങളല്ല. അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക വൃത്തിയായി ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ പോലും അയ്യോ അത് ചെയ്തില്ലല്ലോ എന്നൊരു തോന്നില്ല. അത് OCD നമ്മൾ ചിലരൊക്കെ OCD എന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര വൃത്തിയാണ് എനിക്ക് എന്നുള്ളൊരു രീതിയിലാണ് പറയുക. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ രോഗം. അപ്പോൾ നമുക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് OCD എന്ന് പറയണേ. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി എന്നെ തന്നെ എൻഗേജ്ഡ് ആക്കി വെച്ച് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് ആ ഒരു ലെവലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ ടാബ്ലറ്റും കുറച്ച് യോഗകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഇത്തിരി വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് നമുക്കൊന്ന് എന്താ പറയുക പുല്ലൊക്കെ പറിച്ച് ഒന്ന് ആ ശുദ്ധമായ ശ്വാസമൊക്കെ ഒന്ന് വലിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നമുക്കിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ AGN ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ചാനലിൽ നമ്മൾ റീൽസ് ഇടാറുണ്ടല്ലോ. അപ്പോൾ ലിൻഡോ ചേട്ടൻ കുഞ്ഞൻ്റെ ടീച്ചറുടെ ഹസ്ബൻഡാണ് ലിൻഡോ ചേട്ടൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരിചയമായത്. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു കുഞ്ഞ് സംരംഭമായിരുന്നു. അപ്പോൾ അത് ചേട്ടൻ ദൈവാനുഗ്രഹത്താൽ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. നമ്മുടെ പുത്തമ്പള്ളിയുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ. ഈശോൻ്റെ അനുഗ്രഹം കൂടി ആയപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന ആളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ പുതിയ ഷോപ്പിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സ്ഥലമായിരുന്നു, അത് കുറച്ചും കൂടി വലുതാക്കി. അപ്പോൾ അതിൻ്റെ റീനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. നിങ്ങളതിനെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടെന്നുണ്ടെങ്കിലും അത് ലിൻഡോ ചേട്ടന് വലിയൊരു ഉപകാരമാണ്, എനിക്ക് വലിയൊരു ഉപകാരമാണ്. 10-20-25ഓളം സ്റ്റാഫുള്ള ഒരു ഷോപ്പാണത്. അവർക്ക് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതോടെയാണ് ഒരു സ്ഥാപനം വലുതായി വരുള്ളൂ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണെന്ന് പറയില്ല, അതിൽ കൂടിയും ചില സ്ഥാപനങ്ങൾ വലുതായി വരും. നിങ്ങൾ നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾ സാധനങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കുടുംബം അതിൻ്റെ പിന്നിൽ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എനിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നിങ്ങളത് അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ളൊരു വശം കൂടി ഉണ്ടെന്ന് ചിന്തിക്കുക. ഈ പ്രമോഷൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട് തന്നെ കേട്ടോ. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയും ചിന്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഭീകരമായ ഒരു പ്രമോഷൻ എമൗണ്ട് ഒന്നും മേടിച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ആളല്ല. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തികളുടെ ഇടയിൽ അതെന്നെ അടുത്തറിയുന്നവർക്ക് അറിയാമായിരിക്കും. അല്ല ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നറിയാം, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലെറ്റ് ദം ടോക്ക് അല്ലേ, ലെറ്റ് ദം കമൻറ്റ്. സോഷ്യൽ മീഡിയ അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. നോ കമൻറ്റ്സ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധേടാവാനോ ഒന്നും നമ്മൾ നിൽക്കില്ല. എന്നാലും ചില സാഹചര്യങ്ങളിൽ കുറേ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു 1-2 വട്ടമൊക്കെ അത് പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ക്യാമറയും ഈ ഒരു സ്റ്റാൻഡും ഈ ഒരു കസേര കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും.
എനിക്കാണെങ്കിൽ നിങ്ങളോട് വർത്താനം പറഞ്ഞായിട്ട് മതിയാവൂല്ല. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ പ്രയത്നത്തിലേക്ക് കടക്കാം. ഈ സൈഡ് ഇങ്ങനെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓരോ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് നല്ലൊരു ക്ഷീണം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇത്തിരി നേരമൊക്കെ ഇടുന്നതിൻ്റെയാണ് കേട്ടോ. മാത്രമല്ല ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു 30 കഴിയുമ്പോൾ വരുന്ന ഒരു സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു വിഡ്രോവലൊക്കെ വരുന്ന സമയമൊക്കെ. അപ്പോൾ അതിനെ നമ്മളായിട്ട് തന്നെ മാറ്റണം. ലെറ്റ്സ് ട്രൈ അല്ലേ? നമുക്ക് പോവാണ്ട. കുറേയൊക്കെ ജീവിതം ഒരു അഭിനയാന്നേ. പാടാ, നമുക്ക് പോവാം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ. എനിക്ക് നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി. അത് കാരണമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരോ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റുകൾ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മൂഡ് സ്വിങ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കാം. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ തിങ്കിങ്ങുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ വായനയും കുറേയൊക്കെ നമ്മളെ മാറ്റം കുറച്ചുകൂടി മെച്ചുവേർഡായ ഒരു ഫീൽ ഇല്ലേ. എൻ്റെ ആ പഴയ മണ്ടത്തരങ്ങളൊന്നും വരാത്തൊരു ഫീൽ എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷെ ആ മണ്ടിയായ ശ്രീജന്യാണ് എനിക്കും ഇഷ്ടട്ടാ. പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലുള്ള ആളിൽ അവരെന്നെയാണ് എനിക്കും ഇഷ്ടം. ഇത് ഏതോ ഒരു ശ്രീജ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നമ്മുടെ മാറ്റം നമ്മൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഗാർഡൻ്റെ 4 സൈഡൊക്കെ പെയിന്റ് അടിക്കുക എന്നുള്ള ഒരു പുറപ്പാടോട് കൂടിയാണ് ഇറങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും മഴ പെയ്തു. അപ്പം ഞാൻ ഇവിടേക്ക് ഒന്ന് നമ്മുടെ DAP ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെടികളൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നമ്മൾ 10 മണിയും സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി നടും. ഈ ചെടികൾ മാറ്റി നടുന്നത് എനിക്ക് ഭയങ്കര ഒരു ഡൈവേഷണൽ റിക്രിയേഷണൽ തെറാപ്പിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ അഗ്ലോണിമകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, പല സൈസിലുള്ളത്. അതൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല മുറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ബൗൺസി ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഈ കളക്കൽ മാന്തൽ പിടിക്കലും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണെങ്കിൽ, ഞാൻ പ്രത്യേകം പറയണു എല്ലാവർക്കും ഈ പരിപാടികൾ ഇഷ്ടമാണെന്നില്ല, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏകദേശം മൂടൊക്കെ ഒന്ന് മാറി ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തൂട്ടാ. അങ്ങനെ നമ്മളിത് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ചെടികൾ അവിടെ നിന്ന് പറിച്ച് ഇവിടെ നിന്ന് പറിച്ച് അവിടെ നട് എല്ലാവരും പോലെയുള്ള ആ പ്രാന്തൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫേൺസുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ. ഇനി കുറേ ചെടികളൊക്കെ ചേച്ചിക്ക് വേണ്ടി സെറ്റാക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ വീട് പണി തീരല്ലേ മക്കളെ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇങ്ങനത്തെ മുറ്റം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഈ പൂപ്പൽ പിടിച്ച മുറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം റീലിട്ടില്ലേ, അതിൽ വരുന്ന മുറ്റം അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഷോർട്ട്സ് ഇട്ടപ്പോൾ നല്ല ഇങ്ങനെ മണ്ണിൻ്റെ കളറിൽ കിടക്കണ മുറ്റം. പക്ഷേ ഭാഗ്യം പറയുമ്പോൾ ഇങ്ങനത്തെ മുറ്റം ഭയങ്കര ഭംഗിയാണ്, ഒരു പച്ച കളറിൽ കിടക്കണ മുറ്റം. അങ്ങനെ ഞാൻ നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു കുന്നാരം പണികൾ കിടക്കുക. സമയമുണ്ടല്ലോ, നമുക്ക് ഓണാവാനായിട്ട് ഇനി ഏകദേശം ഒരു മാസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കും എനിക്ക് നമ്മൾ കൂടുതലും വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ സമയം കൂടുതൽ എൻജോയ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും ബാക്കിലാണ്. അത് കാരണമാണ് ഞാൻ ബാക്കിൽ ആദ്യം വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, മണ്ണമ്പട്ടി അതെ ഫ്രണ്ട് സൈഡ് നിങ്ങൾ കാണുന്നേക്കാളും കൂടുതൽ അമ്മയുടെ വീഡിയോയിൽ ബാക്ക് സൈഡ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചമുളക് തൈകളൊക്കെ നടാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ തന്നെ മുളച്ച പച്ചമുളക് തൈകളാണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് അഗ്ലോണിമ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഈ ചെടികൾ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശ്രീ, ഇങ്ങനെ തറയമ്മയ്ക്കൊക്കെ വെള്ളം ഇറങ്ങില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതും കൂടി ഒന്നും കൂടി പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കി ഇടുകയാണെങ്കിൽ കിടുവാന്ന് തോന്നിയിട്ടുണ്ടെന്ന് മാത്രം. ഇത് നമ്മുടെ മറ്റേ വറ്റൽ മുളക് ഇങ്ങനെ നമ്മൾ ഉണക്കാനിടില്ലേ, അപ്പൊ അതിന്റെ വിത്ത് ഏറ്റവും ലാസ്റ്റ് മുറത്തിൽ കിടക്കണത് ഇങ്ങനെ പാവിതാ. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ പിടിച്ചാലോ. നമുക്ക് അതായാലും മതിയല്ലോ കൂട്ടാനിടാൻ. ശ്രീകുട്ടൻ വരാതെ, ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോണം. മഴയത്ത് വണ്ടിയുമ്പോൾ പോകാൻ പറ്റില്ല, ഒന്നാമത്തെ ഭാഗ്യം സമ്മതിക്കില്ല. മഴയും കൂടി ആയ പിന്നെ പറയും വേണ്ട. നമ്മുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈലാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽ കേട്ടോ. ഇവിടെ മിക്കതും ഞാൻ വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കാറ്. അപ്പോഴേക്കും എന്താ വീണ്ടും മഴ വന്നു. മഴ പെയ്തൂടാ, മഴ ചാറി. പെയിൻ്റൊക്കെ അടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പം നാളെ ആവാല്ലേ, ദിവസങ്ങളുണ്ടല്ലോ. മഴയായ കാരണം കൊണ്ട് വണ്ടി കൊണ്ട് പോകണ്ടാവല്ലോ. അപ്പം നമ്മുടെ ഇടിയച്ചിയും പിന്നെ ഉപ്പേരിയും പിന്നെ എന്താ ബാക്കി സംഭവങ്ങൾ വലിയ മീൻ എടുത്തിട്ടില്ല. വലിയ മീൻ ശ്രീകുട്ടനും ബാക്കിയും വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് നമുക്ക് ഏജിയൻ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകണം കേട്ടോ. വിഭവ സമൃദ്ധമായ ഭക്ഷണം. കവറിൽ എന്താ കാണിച്ചു കൊടുത്തേ? ദംബൂട്ടാൻ. എല്ലാവർക്കും ഇഷ്ടമായി.
അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്ന് AGN ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് AGN ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ റീനോവേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴേക്കും അതൊക്കെ സമാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരാണ് അവരൊക്കെ ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ദൈവാനുഗ്രഹത്തോടെ നമ്മൾ ചെറിയൊരു ഷോപ്പ് കുറച്ചും കൂടി വലിയ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ഈ കാണുന്ന AGN ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റ്, അതായത് ഗ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം സിൽവർ കളക്ഷനാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നത്. മാത്രമല്ല 18 ക്യാരറ്റിലുള്ള എല്ലാ ആഭരണങ്ങളും പിന്നെ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങളും നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ സിൽവർ ആഭരണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഗോൾഡിൽ കവർ ചെയ്തിട്ടുള്ളതും മാത്രമല്ല എന്താ പറയുക, നമ്മുടെ ഇതിൽ കവർ ചെയ്തിട്ടുള്ളതും റോസ് ഗോൾഡിൽ കവർ ചെയ്തിട്ടുള്ളതും കിട്ടും. നമ്മളവിടെ എത്തിയപ്പോഴേക്കും പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരോടൊക്കെ സംസാരിച്ചൊക്കെ നിന്ന് കുറേ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റീലുകൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ചേച്ചിയും, അച്ഛൻ ഉണ്ടായില്ലേ, അമ്മയും ചേച്ചിയും കുഞ്ഞനും ശ്രീകുട്ടനും ഭാഗ്യനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ റീൽ വഴി അറിയിക്കാം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുറച്ചും കൂടി വലിയ വിപുലമായ രീതിയിൽ നമ്മുടെ ഷോറൂം കാണുമ്പോഴേ ഭയങ്കര ഒരു ആത്മസംതൃപ്തി നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കുറച്ച് ഭയങ്കര ചെറുതായിട്ടായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു ഷോറൂം ആയിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മളിപ്പോൾ റീലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നെക്ലസുകളും അതുപോലെ തന്നെ ബാക്കി സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന 24-ാം തീയതി വരെ നിങ്ങൾ അവിടെ നിന്ന് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും. ആ കൂപ്പണിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നവർക്ക്. അപ്പോൾ പുത്തമ്പള്ളിക്ക് തൊട്ടടുത്ത് ബൈബിൾ ടവറിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാറില്ലേ എപ്പോഴും മമത ടീച്ചർ ഉണ്ട്, ടീച്ചർ വഴിയാണ് ഞാൻ AGN ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തുന്നതും അവിടുത്തെ ചേട്ടന്മാരും ആ ഷോപ്പൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതും. അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു, അവരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പുതിയ ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ എല്ലാ സന്തോഷവും എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. ഒന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കണ്ട കുറേ ആൾക്കാരുണ്ട്. ചേച്ചി, കുഞ്ഞൻ, അമ്മ, ഭാഗ്യൻ, ശ്രീകുട്ടനൊക്കെ ഉണ്ട്. നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എന്നും പരിചയപ്പെടുത്താറുള്ള ഒരു ഷോപ്പാണ് AGN ഗോൾഡൻ ഡയമണ്ട്സ്. നമ്മുടെ പുത്തമ്പള്ളിക്ക് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. സിൽവർ ആഭരണങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരാറുള്ളത് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മുടെ ഷോപ്പ് കുറച്ചും കൂടി വിപുലീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളിവിടുന്ന് ഗ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബ്രാൻഡ്, സിൽവർ ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എന്താ പറയുക, ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പുതിയ ഷോപ്പ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞല്ലേ AGN ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് എനിക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരു റീൽ ഇടുമെന്ന് ചോദിച്ചിട്ട് സുധീറേട്ടനും സോമൻ ചേട്ടനും ലിൻഡോ ചേട്ടനും കൂടിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരുമോ ശ്രീ, നമ്മുടെ ചാനലിലൂടെ AGN ഗോൾഡൻ ഡയമണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് വെച്ചിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നാണ് ഞാൻ ലിൻഡോ ചേട്ടനും അതുപോലെ തന്നെ AGN ഗോൾഡൻ ഡയമണ്ട്സ് ആയിട്ടുള്ള നമ്മുടെ ആ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നെ ചെയ്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി AGN ഗോൾഡൻ ഡയമണ്ട്സ് ശ്രീജാടെയാണോ എന്ന്. അത്രയധികം റീലുകൾ നമ്മുടെ ചാനലിലൂടെ വരാറുണ്ട്. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകൾ. നമ്മുടെ ഇവിടുത്തെ മൂക്കുത്തി ഹൈലൈറ്റ് ആണ് കേട്ടോ. കാരണം 75 രൂപ മുതലാണ് നമ്മൾ മൂക്കുത്തികൾ ഇവിടെ കൊടുക്കുന്നത്, അതും പ്യുവർ സിൽവറിൽ. അങ്ങനെയാണ് ഞാനും AGN ഗോൾഡൻ ഡയമണ്ട്സും ആയിട്ടുള്ള ഒരു റാപ്പ് തുടർന്ന് വരുന്നത്. ആ AGN ഗോൾഡൻ ഡയമണ്ട്സ് ഇത്രയും വളർന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഒരുപാട് സന്തോഷവും എന്താ പറയുക അഭിനന്ദനങ്ങളൊക്കെ സുധീറേട്ടനെയും സോമൻ ചേട്ടനെ അറിയിക്കുന്നു. ഞാൻ ലിൻഡോ ചേട്ടനെയും ടീച്ചറെയും പരിചയപ്പെടുത്തി തരാം. അതിനേക്കാളും മുന്നേ നമ്മളിവിടെ 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് ഡയമണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇരിക്കുന്നത് മുഴുവൻ ഡയമണ്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരാറുള്ളതാണ് മൂക്കുത്തിക്ക് വേണ്ടിയിട്ട്. ഞാനിടുന്ന എല്ലാ മൂക്കുത്തികളും AGN ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരിക്കും മിക്കതും. അപ്പോൾ ഇവിടെ ഒരുപാട് ഡയമണ്ടിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും, അത് 18 ക്യാരറ്റിലല്ലേ, 18 ക്യാരറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. ഇതേ കണ്ട 3000 മുതലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഈ ഡയമണ്ട്സിൻ്റെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ റീലിൽ പരിചയപ്പെടുത്തി തരാം. നമ്മളിങ്ങനെ റീല് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ. അതും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ കളക്ഷൻസാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുഞ്ഞു മാലകളുണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. ഇതൊക്കെ 1 ഗ്രാം 1.5 ഗ്രാം
1 ഗ്രാം 1.5 ഗ്രാമൊക്കെ ഉള്ളൂ എന്നാ പറയുന്നത്. പാദസരമാണല്ലേ? പാദസരം നമുക്ക് 7 ഗ്രാമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 ഗ്രാമിന്റെ പാദസരങ്ങളാണിത്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കസ്റ്റമൈസ് ചെയ്ത് തരും നമുക്ക്. നമ്മൾ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സുധീറേട്ടനെ അല്ലെങ്കിൽ സോമൻ ചേട്ടനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫിനോടോ പറഞ്ഞ് നിങ്ങൾ ഫോട്ടോ ഇനിയിപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വാട്സപ്പിൽ അയച്ച് ഓൺലൈൻ വഴി നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ഇപ്പോൾ കേരളത്തിലുള്ള ലോകം മൊത്തം കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആ പ്രോഡക്റ്റ് എത്തും കേട്ടോ. സിൽവറിൻ്റെ കളക്ഷൻസും കൂടി ഉണ്ട്. സിൽവറിൻ്റെ കളക്ഷനിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്ലെയിൻ എന്നുള്ള ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടി പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത് സിൽവറിൻ്റെ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നോക്കി എന്ത് ഭംഗിയാ. ഇതൊക്കെ നമ്മൾ 18 കാരറ്റ് ഗോൾഡ് ആണ് അല്ലേ? എല്ലാവരും വന്ന് പരാതി പറയുന്നു ഞങ്ങൾക്ക് ഇരിക്കാനില്ലെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഇരിക്കാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. 10 പവനൊക്കെ പറഞ്ഞാൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിടും. അപ്പോൾ ജ്വല്ലറി ആവശ്യങ്ങളായിട്ടുള്ള എന്താവശ്യം ഇവിടെ പറഞ്ഞാലും സെറ്റാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വിളിക്കുക. എന്നിട്ട് ആവശ്യം പറയാം. എന്തായാലും എല്ലാം ഇവിടെയുള്ള ചേട്ടന്മാർ സെറ്റാക്കി തരുന്ന പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗോൾഡിൻ്റെ സെക്ഷൻ ഈ ഒരു സെക്ഷനാക്കിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്ലെയിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സിൽവർ ആഭരണങ്ങൾ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഹായ് പറഞ്ഞവരോട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ. അതുപോലെ തന്നെ സിൽവർ നമ്മൾ റോസ് ഗോൾഡിൽ കവർ ചെയ്തിട്ടുള്ള ആഭരണങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലെയിൻ്റെ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ആഭരണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ആഭരണങ്ങൾ, പഴയ വലിയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട്, അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ആഭരണങ്ങളായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് നോക്കുന്നത് അല്ലേ. സിൽവറിൽ തന്നെ ഇപ്പം എന്തെല്ലാം വെറൈറ്റികളാണ് വരുന്നത് അല്ലേ. ആദ്യം സിൽവറിനെ നമ്മൾ റോസ് ഗോൾഡിൽ പൊതിഞ്ഞെടുത്തു, പിന്നെ ഗോൾഡിൽ പൊതിഞ്ഞെടുത്തു, പിന്നെ അതിൻ്റെ വേറെ വേർഷനായി. ഇപ്പോൾ ഇതേ സിൽവർ ആൻറ്റിക്ക് എന്നുള്ള രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. കണ്ട, ആൻറ്റി കളക്ഷൻസ് ആണ്. ഇവിടെ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ലിൻഡോ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ മൈസൂർ കൊട്ടാരത്തിലത്തെ രാജാവും രാജ്ഞിയൊക്കെ ധരിച്ചിരുന്ന ആഭരണങ്ങൾ വരെ നമ്മളിവിടെ റീമോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കളക്ഷൻസൊക്കെ. നമ്മുടെ ഇപ്പോൾ പുതിയ ഷോറൂമിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഇത് ഞങ്ങൾ ചെറിയൊരു റിലേഷനും കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിൻഡോ ചേട്ടൻ്റെ അളിയെന്നാണ് ആള്. അപ്പോൾ ഇപ്പോൾ ഒരു മാനേജർ അല്ലേട്ടാ ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഗ്ലെയിനെ കുറിച്ച് ഒന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള വില ഇപ്പോൾ അധികമല്ല നമുക്ക്, 6600 രൂപ. അപ്പോൾ നമുക്കൊരു 1400 രൂപ ഡിഫറൻറ്റ് വരും ഒരു ഗ്രാമിന്. അപ്പോൾ 500 മില്ലിയുടെ മോതിരങ്ങൾ, 1 ഗ്രാമിൻ്റെ മോതിരങ്ങൾ, അത് 2 ഗ്രാമിൻ്റെ നെക്ലസ്, ഈ ആയിട്ട് കളക്ഷൻസ് കുറവുന്നുണ്ട്. ഒരുപാടുണ്ട്. ഡയമണ്ട്സിലും കൊടുക്കുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് പൊട്ടില്ല. 18 കാരറ്റ് ആകുമ്പോൾ അതിന് പ്യൂരിറ്റിയിലേക്ക് വ്യത്യാസം. വിൽക്കുമ്പോൾ നമ്മൾ സെയിം റേറ്റ് കൊടുക്കണം. അത് 22 പോലെ ഒരു 50 രൂപ 100 രൂപ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അത് ഡെയിലി വെയറാണ് ഉപയോഗിക്കുന്നത്. സുധീരേട്ടനെ കിട്ടിയിട്ടുണ്ട്. സുധീരേട്ടനോട് ചോദിച്ചു നോക്കാം പുതിയ കടയുടെ വിശേഷങ്ങൾ. പറയും സുധീരേട്ടൻ, നമ്മൾ ഇത്രയും വലിയ കട ഇങ്ങനെ കുറച്ചും കൂടി വിപുലീകരിച്ചപ്പോൾ എന്നെ കുറിച്ച് എന്താ പറയാ? കണ്ടില്ലേ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ അല്ലേ? പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ 18 കാരറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനാണോ ഡയമണ്ട്സ്, അതുപോലെ തന്നെ ഇതുപോലത്തെ ആഭരണങ്ങളുണ്ടല്ലോ, നമുക്ക് വെള്ളിയിലുള്ള പ്യുവർ വെള്ളിയിലുള്ള ആഭരണങ്ങൾ റോസ് ഗോൾഡിലോ പൊതിഞ്ഞിട്ടുള്ളത്, പിന്നെ സിൽവറിൻ്റെ തന്നെ ആൻറ്റിക് പീസസുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് പരിചയമായിട്ടുണ്ടാവും. ഷോപ്പിൽ വന്നിട്ട് ടീച്ചറെ പരിചയപ്പെടുത്തി തരാണ്ട് പോകണത് വലിയൊരു അപരാധമായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ വഴിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഏജന്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എത്തുന്നത്. ലിൻഡോ ചേട്ടൻ ടീച്ചറോട് ചോദിച്ച് അങ്ങനെ ഇത് പറയാൻ മറന്നു. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ. ഇത് മമത ടീച്ചർ, മൂത്ത മകൻ പേര് പറഞ്ഞു പോണ ആന്റൺ ലിൻഡോ
ഇതെന്റെയാ പേര് പറഞ്ഞു പിന്നോ നേത്തൻ. ഇത് നമ്മുടെ ടീച്ചർ, നമ്മുടെ കുഞ്ഞന്റെ ടീച്ചറാണ് കേട്ടോ. എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്? 5ാം ക്ലാസ്സിലത്തെ. കൊല്ലം കുറെ ആയില്ല ടീച്ചറെ? കുറച്ചധികം. അങ്ങനെ കുറേ നേരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് കുഞ്ഞിനും ചേച്ചിയൊക്കെ ഉള്ളതല്ലേ, അത് കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മൾ തോംസൺ കാസയിലാണ്. നല്ലൊരു ഗ്രീനിഷ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ നടുവിൽ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സ്പേസാണ് അവിടെ പോയി ആർത്തിമൂത്ത എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു, അതൊക്കെ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്തൊക്കെ ഓർഡർ ചെയ്താലും ഏറ്റവും ലാസ്റ്റ് ഇനിയിപ്പം നമ്മൾ വെറുതെ ഒരു സാധനം മേടിച്ചെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് പാഴ്സലാക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. പതിവ് പോലെ തന്നെ അത് സംഭവിച്ചു. എന്നും കുഞ്ഞിന് പരാതിയായിരുന്നു, വണ്ടി മേടിക്കാൻ വന്നപ്പോൾ ചിറ്റേനെ കൊണ്ടുപോയില്ല, അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോയില്ല, ഇങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോയില്ല എന്ന്. സത്യം പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇതൊക്കെ ഓർഡർ ചെയ്ത് അവൾക്കൊരു ട്രീറ്റ് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എപ്പോഴും പഠിക്കലാണ് ചിറ്റ, എപ്പോഴും പഠിക്കലാണ്, ഞാൻ പഠിച്ചു പോയാണ്ടായെന്നുള്ള പരാതിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ വിത്ത് അൽഫാം മേടിച്ചു. അവിടെ അൽഫാമിൻ്റെ ഒപ്പം നമുക്ക് ഇപ്പോൾ പൊറോട്ടയൊക്കെ കിട്ടും. 2-3-4 ഒരെണ്ണം മേടിച്ചു കിട്ടാൻ, നമ്മൾ 2 മേടിച്ചുള്ളൂ. പിന്നെ ഒരു എഗ് ബിരിയാണിയാണ് മേടിച്ചത്, അത് മുഴുവൻ അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയും ചേച്ചിയും ഞാനും ഒന്നും അധികം കഴിക്കില്ല. പിന്നെ ഇത്തിരി കഴിക്കുന്ന ആൾക്കാർ കുഞ്ഞനും ശ്രീകുട്ടനും ഭാഗ്യനുമാണ്. അച്ഛനുണ്ടെങ്കിൽ നന്നായി കഴിക്കും കേട്ടോ, ഏട്ടനും കഴിക്കാനൊക്കെ കണക്ക് തന്നെ. അപ്പോൾ അവർക്ക് 2 ആൾക്കുള്ളത് നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ബാക്കി നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കടിച്ച് വലിക്കുന്ന തിരക്കിലാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ, വല്ലപ്പോഴല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ക്യാമറയും പിടിച്ചാണ് ഇറക്കുക. അപ്പോൾ നിങ്ങളെല്ലാ വിശേഷങ്ങളും കാണിക്കാറുണ്ട്, ഇങ്ങനെ വല്ലപ്പോഴേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് വല്ലപ്പോഴും കിട്ടുന്ന ഈ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കും. നമുക്ക് പിന്നീട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമല്ലോ. പിന്നെ നമ്മൾ എഗ് ബിരിയാണി മേടിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബിരിയാണി ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഒരു കഷ്ണം ചിക്കനും കുറച്ച് മയണൈസും കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് ഫുള്ളായിട്ടോ. പിന്നെ ഒരു പപ്പടം മാത്രം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, എന്തിനാന്നൊക്കെ അറിഞ്ഞൂടാ പപ്പടവും ചിക്കനും ഒന്ന്. പിന്നെ നമ്മൾ കപ്സയുടെ കൂടെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതും ഞാൻ കുറച്ച് കഴിച്ചു, ഗ്രില്ല് ചെയ്ത ഉരുളൻകിഴങ്ങ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഉള്ള ഭക്ഷണമൊക്കെ പാഴ്സലാക്കി നമ്മൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അവിടെ കുറച്ച് മീനൊക്കെ കണ്ട സന്തോഷത്തിലാണ് അമ്മ, കണ്ട നിറച്ച് മീനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇതോടുകൂടി വ്ളോഗ് അവസാനിപ്പിക്കാനാണ് വിചാരിച്ചത്. അപ്പൊ ഞങ്ങള് നമ്മുടെ തോംസൺ കാസയിൽ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടാ. അപ്പൊ എല്ലാവരും ഒരു ബായ് പറഞ്ഞു, നമ്മള് വ്ളോഗ് കൂടെ അവസാനിക്കാണ്. ഇവിടെ കുഞ്ഞാ ഭാഗ്യം വണ്ടി ഓടിപ്പിക്കാട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കുട്ടികളെ. നമുക്ക് നാളെ വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ. കാലം കടുകൊട്ടിക്കിട്ടാണ് കാലം കുളി കടിക്കുമ്പോ ചുറ്റാണ് വീണ്ടും ദുഃഖം ഭീകരം മനസ്സിന് വല്ലാത്ത ഭാരം ഒരിക്കലും തീരാത്ത. അങ്ങനെ പരാതി മാറ്റാൻ നമ്മളൊരു സിനിമയും കണ്ടു. പാതിരാത്രി 1 മണിയായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോഴാണ് അവിടെ ഒരു പാഴ്സൽ വന്നിരിക്കുന്നത് കണ്ടത്. ശ്രീകുട്ടന് അത് മനസ്സിലായി, ശ്രീകുട്ടനുള്ളതാണെന്നുള്ളത്. ഇത് കിട്ടാണ്ട് പോയി നോക്കാന്നായിരുന്നു കേട്ടാ. അപ്പോൾ ഞാനൊരു ഇത് ശ്രദ്ധിച്ചേ, ഞാൻ വിചാരിച്ചു നെക്കാളായിരിക്കും, നെക്കി നോക്കി പോന്നതാണല്ല. അപ്പൊ അമ്മ തുറന്നു നോക്കി, ഇത്ര നേരെയിലുണ്ടായിരുന്നു. ചമ്മിപ്പോയി. അയ്യോ കളയല്ലേ, നമുക്ക് ഇത് പിടുത്തു തുടക്കാം. സോഫല മുകളിൽ കയറുന്നില്ല, താഴ്ത്തു വെച്ചാലും മതി. ഇത് ചൂടായി. ഒരുപാട് ആക്കണ്ട, വീടിന്റെ ഉള്ളിൽ കളിക്കാൻ പറ്റില്ല കേട്ടോ മണിയാ. സാധനങ്ങളൊക്കെ പൊട്ടും. വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും പൊട്ടിണ്ടെങ്കിൽ അതുപോലെ പൊട്ടും നിന്റെ മേത്തും. നല്ല കാനുണ്ടല്ലോടാ മണിയാ. ഇതിയാ ഇത് കാനല്ല, അച്ഛൻ്റെ ബോളൊക്കെ ഫുൾ അടിക്കുക. അതെ, അത് അഴിച്ചു നോക്കി അതിൽ എയറൊക്കെ നിറച്ച് എൻ്റെ കൂടെ കുറച്ചേരം ഇരുന്ന് കളിച്ചപ്പോഴാണ് ആൾക്കൊരു സമാധാനം കിട്ടിയത് കേട്ടോ. പാതിരാത്രിക്ക് ഇരുന്ന് ചോറും നമ്മളിന്ന് ഉണ്ടാക്കിയ മീൻ വറുത്തതും ഇത് കളയണ്ടേ മോനെ എന്ന് പറഞ്ഞ് തിന്നുന്ന ഭാഗ്യന്. പിറ്റേ ദിവസം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ മീൻ കഴിക്കലോടുകൂടി അവസാനിക്കുകയാണ് കുട്ടികൾ. അടിപൊളി മീൻ കൊതിപ്പിക്കുമ്മ. ബൈ പറ.
അങ്ങനെ ദാ ഈ മീൻ കഴിപ്പോട് കൂടി നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.